ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ റോബസ്റ്റ വാഴക്കൊല്ലയുടെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ റോബസ്റ്റ വാഴയുടെ കൊല്ല നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇതേ നമ്മുടെ ആട്ടുംകൂടിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കണേ. ഈ കാഷ്ടങ്ങളെല്ലാം നേരിൻ്റെ ചോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഗുണമായിരിക്കാം ഇത്രയും വലിപ്പത്തിലുള്ള ഒരു റോബസ്റ്റ വാഴക്കൊല നമുക്ക് ഉണ്ടായത്. ഇത് നോർമൽ റോബസ്റ്റ വാഴക്കൊല കേട്ടോ, വേറെ നമ്മൾ ടിഷ്യൂ കൾച്ചർ ഒന്നല്ല, കന്ന് പിരിച്ച് മറ്റ് ഉണ്ടായതാണ്. ഇതിനോട് തന്നെ ചേർന്നതേ ഈ ഒരു റോബസ്റ്റ വാഴയും ഏകദേശം കൊലച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഈ റോബസ്റ്റ വാഴയുടെ അത്രയ്ക്കും വലിപ്പമുള്ള കൊല അല്ലെങ്കിലും അതിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കൊലയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കൂമ്പ് എല്ലാ പെടലുകളും വിരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആ കുഴപ്പമില്ല, അത് കൂമ്പ് നമുക്കത് ഒടിച്ച് കളയാം കേട്ടോ. ഇതാണ് ഏറ്റവും വലിപ്പമുള്ള റോബസ്റ്റ വാഴയാണ്. ഇതിൻ്റെ എല്ലാം വിരിഞ്ഞ് കഴിഞ്ഞു. ഇത് പീച്ചിക്കായ വരെ ഉണ്ടായിട്ട് അപ്പോൾ ഇത് ഒടിച്ച് കളയാവേ. ഓക്കെ കേട്ടോ. പിന്നെ ഇത് കൂട്ടാനോ കറി വയ്ക്കാനൊന്നും കൊള്ളില്ല കേട്ടോ. അതിന് ഭയങ്കര കയ്പാവും റോബസ്റ്റ വാഴയുടെ കൂമ്പ്. അതുകൊണ്ട് നമുക്ക് തെങ്ങ് ചോട്ടിലേക്ക് എടുത്തിട്ടേക്കാം. ഇതപ്പോൾ നമ്മുടെ 2 റോബസ്റ്റ വാഴയുടെയും അതിൻ്റെ കൂമ്പ് അല്ലെങ്കിൽ കുടപ്പൻ കൊപ്രാന്നൊക്കെ പറയും കേട്ടോ, അത് ഒടിച്ച് കളഞ്ഞ് സെറ്റാക്കിട്ടാ. ഇനി ഇതിൻ്റെ വിളവെടുക്കുന്ന വീഡിയോ വിളവെടുക്കാറാകുമ്പോൾ ഉടനെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും.